ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ദ എംപററാണ്. വളരെ നല്ല എനർജിയാണ്. നമുക്ക് നോക്കാവേ. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസ്, ജഡ്ജ്മെന്റ്, നൈറ്റ് ഓഫ് കപ്സ്, ദ സ്റ്റാർ, ഹൈ പ്രീസ്റ്റസ്, ടു ഓഫ് വാൻഡ്സ്, Two of Swords, Three of Pentacles. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ബോട്ടം വന്നിരിക്കുന്നത് ദ എംപററാണ്. എംപറർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്കൊരു സ്ഥായിയായ ഒരു ജോബ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് പെന്റക്കിൾസ്, അതായത് ഇവിടെ നിങ്ങൾക്കൊരു ജോബ് ലഭിക്കുന്ന എനർജിയാണ്. മനസ്സിലായി? ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ സ്ഥായിയായ സ്റ്റെബിലിറ്റി തരുന്നതായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്ന ഒരു ജോബ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് ആയിരിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ സാലറി പെർമനന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ജോബും ആയിരിക്കാം. നിങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നോളജ് സമ്പാദിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് ചെയ്ത് ജീവിതത്തിൽ ഒരു സക്സസ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടാവണം. അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയതായിരിക്കാം ഈ ഒരു ജോബ്. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു ജോബിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതും ആവാം ഇവിടെ കാണുന്നത്. ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോബ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി. അടുത്തതായിട്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു കാര്യത്തിനും നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കഷ്ടപ്പെടൽ മാത്രമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മയാണ്. കർമ്മയൊന്ന് തീരുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് പുതിയ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാൻ സാധിക്കും. നിങ്ങൾ ജീവിതത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അനുഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മുന്നോട്ട് കടക്കുന്നത് ഡിവൈൻ തരുന്ന ഒരു ബ്ലെസ്സിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത്. ഇതൊരു ജഡ്ജ്മെന്റ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എവിടെ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ജോബ് ലഭിക്കുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്നത്, ഇത് കൊണ്ടുവരാൻ കഴിയുന്നതും ഇപ്പോഴാവണം.
മനസ്സിലായി? ഇതുവരെ നിങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആമ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ, മുൻപിൽ എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോൾ അതിന്റെ തല ഉള്ളിലേക്ക് വലിക്കും. എന്തുകൊണ്ടാണ്? അവിടെ എന്തോ പ്രശ്നം വരുന്നു, അത് എനിക്ക് പറ്റില്ല എന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതാണ് ഈ ഒരു ജഡ്ജ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ പാടില്ല, പുറത്തേക്ക് വരണം. തല പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ അകത്തേക്ക് വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണത്. അങ്ങനെ വേണ്ട, നിങ്ങൾ വെളിയിലേക്ക് വരണം. ആ കംഫർട്ട് സോൺ പൊട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് വരണം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ആക്റ്റീവായി മുന്നോട്ട് ധൈര്യമായിട്ട് വരിക. അങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെയൊക്കെ സധൈര്യം നേരിടുക. അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവിടെ ഒരു സക്സസ് നേടി മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരുടെയോ സ്നേഹം വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ അത്യാവശ്യമാണ്. ജോലി കാര്യങ്ങളിലായാലും സാമ്പത്തിക കാര്യങ്ങളിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലായാലും ജീവിതത്തിലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവണം. ഈ അവസരങ്ങൾ നിങ്ങൾ ഒരിടത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? കരഞ്ഞു കൂവി ഒരിടത്ത് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ആക്റ്റീവായി മുന്നോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഈ അവസരങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. കപ്പിന്റെ എനർജിയാണ്. ഒരുപാട് ഇമോഷൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഇതിനകത്തിലൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് പുറത്തേക്ക് വരിക. നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു അവസരങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടി ഒപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. അടുത്തായിട്ട് സ്റ്റാറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? ആക്റ്റീവായിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. പല കാര്യങ്ങളിലും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം. അല്ല ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചെയ്യണം. അവിടെയാണ് ഒരു കറേജ് കൊണ്ടുവരേണ്ട. കുറച്ചുകൂടി ബ്രേവ് ആയിട്ട് മുന്നോട്ട് വരണം, പവർഫുൾ ആവണം, സ്ട്രോങ് ആവണം. മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നേ നിങ്ങളുടെ കാര്യം സാധ്യമാവുകയുള്ളൂ. ഇവിടെയാണ് നിങ്ങൾക്ക് സ്റ്റാറിന്റെ പദവി ലഭിക്കുന്നത്. വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്റ്റാറിന്റെ പദവി ലഭിക്കുമോ? ഇല്ല. അയാൾ സ്പിരിച്വലി ആയാലും അതുപോലെ പ്രാക്ടിക്കലി ആയാലും മുന്നോട്ട് വന്നേ മതിയാവൂ. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് കിട്ടും, പിന്നെ വെൽത്ത് കിട്ടും. മനസ്സിലായോ? അങ്ങനെ സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ശാരീരികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു. ആ ഒരു ഉയർച്ചയാണ് നിങ്ങളെ ഒരു സ്റ്റാർ ആക്കി മാറ്റുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സ്റ്റാറായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, താരമായിട്ട് തിളങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു. ഇവിടെ കണ്ടില്ലേ റെയിൻബോ കാണിച്ചിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരാൻ പോകുന്നത് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നല്ലൊരു ഉയർച്ചയിലേക്ക് വരുന്ന എനർജിയാണിത്. ഈ ഒരു ഉയർച്ച നിങ്ങളെ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് ഹൈപ്രിസ്റ്റസിന്റെ എനർജിയാണ്. ഹൈപ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇൻസൈറ്റ് ലഭിക്കുന്നു. ഇൻസൈറ്റ് ലഭിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എങ്ങനെ മുന്നോട്ട് വരണം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഹൈപ്രിസ്റ്റസിന്റെ എനർജി എന്ന് പറയുമ്പോൾ സ്റ്റാറുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഉയർച്ചയിലേക്ക് വരികയാണ് നിങ്ങൾ. ഈ ഉയർച്ചയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ ഒരു അനുഗ്രഹത്തിലൂടെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത്. അതായത് ഉൾക്കാഴ്ച ലഭിക്കുന്നു, ഇൻസൈറ്റ് ലഭിക്കുന്നു, ഇൻറ്റ്യൂട്ടീവ് ആകുന്നു നിങ്ങൾക്ക്. അതാണ് നമ്മളിവിടെ
പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഴയതിനെ അപേക്ഷിച്ച് ഇൻഡ്യൂട്ടീവ് ആകാൻ സാധിക്കും. നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അത് ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് സ്റ്റാറായിട്ട് വരാനും സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നിഗൂഢതകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത്രമാത്രം സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്വത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അതിനപ്പുറത്ത് ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിലാണ് കഴിവുകൾ ഉള്ളത്. നമ്മൾ പുറത്തെങ്ങും തേടി നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് കാണേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ വരുന്നതുമായ കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ നല്ല കഴിവുകളുള്ളവരായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 2 of Wands ആണ്. എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവണം. വളരെയധികം ആവേശത്തോടു കൂടി, എന്നാൽ കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻ്റ് ആവുന്നുണ്ട്. വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്ന, ആവേശം കൂടുമ്പോൾ കോൺഫിഡൻ്റ് ആവാൻ സാധിക്കും അല്ലേ? കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ആവേശത്തോടുകൂടി മുന്നോട്ട് വരാനും സാധിക്കൂ. രണ്ടും തമ്മിൽ നല്ലപോലെ കണക്റ്റഡ് ആണ്. ഭീരുവായ ഒരു വ്യക്തിക്ക് ആവേശം ഉണ്ടാവുമോ? എവിടെ ഉണ്ടാവാൻ? മനസ്സിലായി? അങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ആത്മവിശ്വാസത്തിലൂടെയാണ് ആ വ്യക്തി ആവേശത്തോടുകൂടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് സക്സസ് നേടാനും സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു വ്യക്തി എന്തോ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാത്തു നിൽക്കുന്ന എനർജി ആവാം. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ ആവാം. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും ജോബിന് വേണ്ടി പരിശ്രമിച്ചിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാവാം. ചിലപ്പോൾ ചില എക്സാമിനേഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുമല്ലേ, അതിൻ്റെ ഒരു കാത്തിരിപ്പാണ് കൂടുതലായിട്ടും ആവേശം തരുന്നത് അല്ലേ? എക്സാമിനേഷൻ എഴുതി അത്രമാത്രം ഒന്നും ചിലപ്പോൾ ആവേശം കണ്ടില്ലെന്ന് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് ചിലപ്പോൾ റീവാലുവേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ആവേശം. ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂസിനൊക്കെ പോയിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കിയിരിക്കാം. പല എക്സാമിനേഷനുകളും എഴുതിയിട്ട് ചിലപ്പോൾ നിങ്ങളൊരു റിസൾട്ടിന് വേണ്ടി നോക്കിയിരിക്കാം. അല്ല എങ്കിൽ പുതിയ ചില അഡ്മിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. അല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനോ വേണ്ടിയോ ചില സന്ദർഭങ്ങൾക്ക് വേണ്ടിയോ ഉള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ എന്ന് കാണുന്നു. അത് വളരെയധികം ആവേശത്തോടു കൂടിയുള്ള കാത്തിരിപ്പാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ 2 of Swordsന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ചില കാര്യങ്ങളിലൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇനി മുന്നോട്ട് എങ്ങനെ പോകും, അതായത് ചിലപ്പോൾ നമ്മളൊരു കോഴ്സിന് വേണ്ടി ഇനി എങ്ങനെയാണ്, ഏത് കോഴ്സ് പഠിക്കണം, ഒരു എക്സാമിനേഷൻ ജയിച്ചു കഴിഞ്ഞു, പാസ്സായി. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചിന്തിക്കുന്നത് എന്താണ്, ഇനി ഏത് കോഴ്സിലേക്ക് പോകണം, ഇനി അതുമല്ല മറ്റേ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിലുള്ള ദൃഷ്ടിയാണെങ്കിലോ, ഇനി അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെങ്കിലോ, ഇനി അതിനെക്കുറിച്ച് എന്താവാം സംഭവിക്കാൻ പോകുന്നത്, അതിന് മനസ്സ് കുഴങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് കൂടുതലായിട്ടും. അത് റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല, യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കഴിയുന്നില്ല, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് വന്നിരിക്കുന്നത്. ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്, മായയിലാണ് മുങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതായത് കൂടുതലായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുമുള്ള ശരിയായ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ണുകൾ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാവാം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മുൻപിലിരിക്കുന്നത് കാണാൻ പറ്റില്ല, മനസ്സ് കുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് ആരെങ്കിലും ഒക്കെ എന്ന് ഇപ്പോൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് 3 of Pentaclesന്റെ എനർജിയാണ് ഇവിടെ. സാമ്പത്തികത്തിന് വേണ്ടി നല്ലതുപോലെ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ കൂട്ടുയർന്ന് നല്ലതുപോലെ പ്രയത്നിക്കുന്നുണ്ട്. സാമ്പത്തികം എല്ലാ ദിവസവും നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പങ്ക് കിട്ടിക്കൊണ്ട് അതിലൂടെ നിങ്ങൾ സംതൃപ്തി അടയുന്നു എന്നുള്ളതാണ്. അതിലൂടെ സമാധാനവും സന്തോഷവും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ധാരാളമായിട്ട് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ടാവാം. ചെറിയ ചെറിയ ചില ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് ഇറങ്ങി നടത്താനും അല്ല എങ്കിൽ അതിലൂടെ ഒരു നല്ലൊരു സാമ്പത്തികമായ വരുമാനം നേടിയെടുക്കാനും നിങ്ങളിവിടെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്.
ബോട്ടം വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബോട്ടം എംപററാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ജോബായിട്ട് അല്ലെങ്കിൽ സ്ഥായിയായ സ്റ്റേബിളായ ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇവിടെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് വിഷമം അനുഭവിക്കുന്നു. അതുപോലെ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയും ആവാം. ചിലപ്പോൾ ആക്സിഡന്റിലുള്ള വിഷമമാകാം. എന്തായാലും ശരി, നിങ്ങളിവിടെ നന്നായിട്ട് മാനസിക വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കണ്ടില്ല, മറ്റുള്ളവരുടെ പരിഹാസം കൊണ്ട് നിങ്ങൾ നല്ലതുപോലെ വിഷമിക്കുന്ന എനർജി ഉണ്ടാവാം. ഇവിടെയോ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തിക വരുമാനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇത് ചെറിയ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമാവാം. ഇവിടെ അത് തന്നെയാണ്, ചെറിയ ചില ലോട്ടറികൾ നിങ്ങൾക്ക് ലഭിക്കാം. ചെറിയ തരത്തിലുള്ള ചില വരുമാന മാർഗങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക്. ഇവിടെ ചിലപ്പോൾ ഒരു തുടക്കമാകാം. വരുമാന മാർഗത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. നമുക്കിന്ന് ഗണപതി ഭഗവാന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ജനറോസിറ്റിയാണ്. ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ തുടക്കം ഇതുവരെ ഉള്ളതിനേക്കാളും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം വരാൻ പോകുന്നു. സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ മാത്രം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവായിരിക്കണം. അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത്, സ്നേഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നത്, അത്തരം ഒരു എനർജിയാണ് നമ്മളിവിടെ ബോട്ടം വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കമായിട്ട് തന്നെ കരുതാം. കാരണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു സ്വഭാവം ഇനി കൊണ്ടുവരണം, എനിക്കിനി അങ്ങനെ കൂടെ ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് സ്വയം തീരുമാനമെടുത്ത ഒരു എനർജിയാണത്. ഇവിടെ അക്സെപ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം 9+3 എന്ന് പറയുമ്പോൾ ഇവിടെ 3യുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ബ്ലെസ്സിങ്സ് ആണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള എനർജിയാണിത്. അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണമാവാം. ഇവിടെ സ്റ്റാറിനെ കണ്ടല്ലേ ഒരു ഉയർച്ചയിലേക്ക് വരുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താവാം, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലോ, ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് താങ്ക് യു പറയാൻ മടി വിചാരിക്കരുത്. അടുത്തായിട്ട് അച്ചീവ്മെന്റ് ആണ്. വീണ്ടും അത് തന്നെയാണ് 4+2 എനർജിയാണ്. വളരെയധികം സ്നേഹമാണ്, നിഷ്കളങ്കതയാണ്. ഇവിടെ ഒരുപാട് സ്നേഹത്തിലൂടെ എന്തൊക്കെയോ നേട്ടങ്ങൾ വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നേട്ടം ഉണ്ടാകുന്നത്. ആരെയും സ്നേഹിക്കാതെ എല്ലാവരോടും ഒരു വെറുപ്പ് സമ്പാദിച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജിയിൽ നമ്മൾ വിചാരിക്കും യൂണിവേഴ്സ് നമുക്ക് കൂട്ടിനുണ്ടെന്ന്. പക്ഷെ ഈ എനർജി ഒന്ന് പാസ്സാവണ്ടേ? ഈ സ്നേഹത്തിൻ്റെതായ എനർജി മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി വന്നു ചേരും. അതായത് ലവ് പ്ലസ് മണിയാണ്. സ്നേഹത്തിൻ്റെതായ എനർജിയിൽ സാമ്പത്തികം കൂടി നമ്മളോട് ഒന്നിച്ച് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് വരും. സ്നേഹവും സാമ്പത്തികവും നിങ്ങൾക്ക് ഒരുപോലെ ലഭിക്കും. എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പോസ്റ്റിംഗ്, സ്ഥലം മാറ്റം ലഭിക്കാം. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാവാം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷ നേടുന്നതാവാം. ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കൾട്ടിവേഷനാണ്. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കും. നമ്മൾ നന്മ വിതച്ചു കഴിഞ്ഞാൽ നന്മ തന്നെ നമുക്ക്
ലഭിക്കും. നമ്മൾ നെൽമണി വിതറിക്കഴിഞ്ഞാൽ, നെൽകൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് ഗോതമ്പാണോ കിട്ടുന്നത്? അല്ലല്ലോ. അപ്പോൾ നെൽകൃഷി തന്നെയാണ് നമുക്ക് തുടങ്ങി വെച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെൽമണികളെ തന്നെ കൊയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ സാധിക്കൂ. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നന്മ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്നത് അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യൂ. നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്കും തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കൂ എന്നുള്ളതാണ്. സ്നേഹം കൊടുക്കൂ, നിങ്ങൾക്ക് പകരം സ്നേഹം കിട്ടും. ആ വ്യക്തി നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ നന്മ ലഭിച്ചെന്ന് വരില്ല. നിങ്ങൾ ഒരാളിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്നേഹം ലഭിച്ചു എന്ന് വരില്ല. മാറി മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കണം നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത്. അല്ല എങ്കിൽ ദൈവിക സ്നേഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ദൈവാനുഗ്രഹമായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കൂടുതലായിട്ടും. മനസ്സിലായി? അതുകൊണ്ട് അത്തരത്തിലുള്ള എനർജിയിലേക്ക് വരൂ. അത് നിങ്ങൾക്കിന്ന് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.